ഉദ്ഘാടനവും ബേബി ജോൺ അനുസ്മരണവുമാണ് നിർവഹിക്കുന്നതിനായി IUML പ്രസിഡന്റ് പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരെ ക്ഷണിക്കുന്നു. शिबू अनुस्मरण फाउंडेशन श्री मोहनलाल श्री जी वेणुगोपाल श्री श्री शीला जैनिस बेंजन അവരുടെ പ്രിയ പത്നി അവരുടെ മറ്റ് കൂടി വിശിഷ്ടാതിഥികളുടെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇവിടെ സ്മരണതീരം എന്ന പേരിൽ മഹാനായ ശ്രീ ബേബി ജോൺ അവരുടെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ സാധിച്ചു. അത് നിങ്ങൾ എനിക്ക് എൻ്റെ ശിവവും നേരത്തെ അധ്യക്ഷൻ മുനീറും സൂചിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ ഒരു പ്രാധാന്യമായി ഞാൻ കാണുകയാണ്. ബേബിജോൺ നമ്മളോട് കാരണം ഞങ്ങൾ അദ്ദേഹം കേരളം കണ്ട രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും വലിയ പ്രമുഖനായിരുന്നു. ഞാൻ തന്നെ ചെറുപ്പത്തിൽ മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. ചെറുപ്പത്തിലുള്ള ആ ഒരു കാഴ്ച അതേ അവസരത്തിൽ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും വായിച്ചറിയാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ചുള്ളൊരു സ്മാരക പ്രഭാഷണം ഇവിടെ അതാണ് എന്നിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് അതെത്രമാത്രം നീതിപൂർവമാവും എന്നെനിക്ക് പറയാൻ സാധ്യമല്ല. പക്ഷെ ബേബി ജോണിനെ പോലെ ഒരു മഹാ നേതാവിനെ കുറിച്ച് എന്തു തന്നെ പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തോട് ബന്ധമുള്ള കാര്യങ്ങളായിരിക്കും. അത്രമാത്രം രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായി ഇടപഴകി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത നേതാവായിരുന്നു ശ്രീ ബേബി ജോൺ. 4 പതിറ്റാണ്ടോളം കേരള നിയമസഭയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 പതിറ്റാണ്ട് അദ്ദേഹം അധികാര രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഭാഗമായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മിക്കവാറും വകുപ്പുകളൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസം, ജലസേചനം, തൊഴിൽ വകുപ്പ് തുടങ്ങിയിട്ടുള്ള ജനങ്ങളുമായി ഏറെ ബന്ധമുള്ള വകുപ്പുകൾ തന്നെയാണ് അദ്ദേഹം എപ്പോഴും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം നമുക്കറിയാം ചവറ. ആ പ്രദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മ ഭൂമി എന്ന് പറഞ്ഞു. ചവറ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കൂടിയെത്താറുള്ള അത്രമാത്രം ഇവിടുത്തെ തൊഴിലാളി സമൂഹവുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. ആ തീരദേശത്താണ് തൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും തൻ്റെ ബന്ധങ്ങളുടെയും ഊഷ്മളത അദ്ദേഹം കാഴ്ചവെച്ചത്. ഒരു നേതാവ് ആരായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയായിരുന്നു ശ്രീ ബേബി ജോൺ പറഞ്ഞത്. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല സേവകൻ, ഒരു നല്ല സേവകനാണ് ഏറ്റവും നല്ല നേതാവ് എന്ന് പ്രവാചകൻ ഒരു നല്ല നേതാവ് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് ഏറ്റവും നല്ല സേവനം ചെയ്യാനുള്ള നല്ല മനസ്സ്. ആ സേവനം ചെയ്യാനുള്ള നല്ല മനസ്സ് ശ്രീ ബേബി ജോൺ എപ്പോഴും കാഴ്ചവെച്ചു. രാഷ്ട്രീയത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് തന്നെയാണ്. ആ
അധികാര രാഷ്ട്രീയത്തിൻ്റെ കുറുക്കുവഴികൾ തേടുക എന്നതല്ല ഒരു നല്ല രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നു. ശ്രീ ബേബി ജോൺ നമുക്ക് കാണിച്ചതാണ് അധികാര രാഷ്ട്രീയത്തിൻ്റെ കുറുക്കുവഴികളിലൂടെയല്ല അദ്ദേഹം സഞ്ചരിച്ചത്. താൻ സഞ്ചരിച്ച വഴികളിൽ നന്മ നടന്നു നിന്നപ്പോൾ അധികാരത്തിലേക്ക് അദ്ദേഹം ചെന്നെത്തുകയാണ്. അധികാരം കൈകാര്യം ചെയ്തപ്പോഴൊക്കെ തന്നെ അദ്ദേഹം മനുഷ്യത്വത്തെയാണ് ഉയർത്തിപ്പിടിച്ചത്. ജാതിയുള്ള കക്ഷിഭേദമന്യേ ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഏറ്റവും വലിയ അവസരമായിട്ടാണ് ശ്രീ ബേബി ജോൺ തൻ്റെ അധികാര നിയോഗത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്തു. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി. രാഷ്ട്രീയത്തിലെ റവല്യൂഷൻ അത് ജനങ്ങളെ സംഘടിപ്പിക്കുക, സമരങ്ങൾ ചെയ്യുക എന്നത് മാത്രമല്ല, പ്രത്യേകിച്ച് തൊഴിലാളി വർഗത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയം അങ്ങനെയാണ്. ജനങ്ങളെ സംഘടിപ്പിക്കുക, സമരം ചെയ്യുക, പ്രക്ഷോഭം ഉണ്ടാക്കുക. പക്ഷെ രാഷ്ട്രീയം അതിപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത് രാഷ്ട്രീയം കൊണ്ടുവരേണ്ട റവല്യൂഷൻ എന്നുള്ളത് സ്നേഹവും സാഹോദര്യവും സൗഹാർദ്ദവും ഒക്കെ തന്നെയാണ്. കാലം ഇങ്ങനെ പുരോഗമിക്കുമ്പോഴും നഷ്ടപ്പെടുന്നതാണ്. അത് രാജ്യങ്ങളോ പ്രദേശങ്ങളോ വ്യത്യാസമാണ്. പുതിയ പുതിയ കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പുതിയ പുതിയ ടെക്നോളജികൾ നമുക്ക് കൈവന്നുകൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴൊക്കെ തന്നെ കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് വസന്തങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള കാര്യമാണ്. അതാണ് മനുഷ്യർക്കിടയിലെ സാഹോദര്യവും സൗഹാർദ്ദവും പങ്കുവയ്ക്കപ്പെടേണ്ട സ്നേഹം. ജനങ്ങളിൽ ഏറ്റവും സ്വാധീനം പുലർത്തുന്നവരാണ് രാഷ്ട്രീയ നേതാക്കൾ. അവർ തന്നെയാണ് അതിനെ മുൻകൈയെടുക്കേണ്ടത്. രാഷ്ട്രീയ ലാഭേച്ഛകൾക്കപ്പുറത്ത് മനുഷ്യർക്കിടയിലെ, വിഭാഗങ്ങൾക്കിടയിലെ, സമൂഹത്തിനിടയിലെ സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ നേതാക്കളും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റേണ്ടത്. ശ്രീ ബേബി ജോൺ പോലെയുള്ള നേതാക്കൾ നമുക്ക് കാണിച്ചു തന്നത് അതാണ്. അദ്ദേഹം നിന്നും ആ മൂല്യങ്ങളിൽ വിശ്വസിച്ച വ്യക്തിത്വമാണ്. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ മാന്യനായ പ്രതീകമായിരുന്നു ശ്രീ ബേബി ജോൺ. ഐക്യമുന്നണിയും മുസ്ലിം ലീഗ്, നാഷണൽ കോൺഗ്രസും CPI, RSP എല്ലാം ഉൾക്കൊണ്ടിരുന്ന ഐക്യമുന്നണി. ആ ഐക്യമുന്നണിയിലെ ഏറ്റവും പ്രബലനായ നേതാവായിരുന്നു ശ്രീ ബേബി ജോൺ. ആ മുന്നണി സംവിധാനത്തിൽ തന്നെയാണ് അദ്ദേഹം മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധവും പുലർത്തുന്നത്. അത് രാഷ്ട്രീയ ബന്ധം എന്നതിനപ്പുറത്ത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളായി, കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളായി വളർന്നു പറയും. ശ്രീ ഷിബുവിടെ പറഞ്ഞപ്പോൾ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ശ്രീ ബേബി ജോൺ അവർ വരുമ്പോൾ അവർക്ക് സൗഹൃദം ഞങ്ങൾ നോക്കി നിൽക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വേഷവിധാനത്തിൻ്റെ പുതുമയുള്ള വേഷമായിരുന്നു. ഞങ്ങൾക്ക് വലിയ ചുമയും അതുകൊണ്ട ജുബ ധരിച്ച അദ്ദേഹം കാട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ ആളുകളുണ്ടാവും. പക്ഷെ വീട്ടിൽ നേതാക്കൾ വരും. ആ നേതാവിനെ കാണാൻ നാട്ടിലുള്ള മറ്റുള്ള ആൾക്കാരും ഇവിടെ വരാറുണ്ട്. അതാണ് ഷിബു പറഞ്ഞത്. അങ്ങനെ ശ്രീ ബേബി ജോൺ വരുമ്പോൾ നാട്ടിലെ മറ്റാളുകൾ ഞങ്ങളുടെ വീട്ടിൽ പോരായ്മൊക്കെ നടന്ന് അവരെ നേരിട്ട് കാണുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ ആയി വരുമ്പോൾ അവരെ കാണാൻ ഒരു കൗതുകമായിട്ട് എല്ലാവരും വരാറുണ്ട്. പതിനാ ചെറുപ്പത്തിലാവും അദ്ദേഹത്തിന് ചായ പോയി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ നേതാക്കളൊക്കെ വരുമ്പോൾ
സാധാരണ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ചായ മറ്റു പരിഹാരങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ നേതാക്കളൊക്കെ വരുമ്പോൾ എൻ്റെ പിതാവിന് നിർബന്ധമായിരുന്നു അവർക്ക് വീട്ടിലെ അടുക്കളയിൽ നിന്ന് തന്നെ പാകം ചെയ്യുന്നു ചായ ആയാലും മറ്റ് ഭക്ഷണങ്ങളായാലും അത് തന്നെ കൊടുക്കാൻ പാടുള്ളൂ എന്നതിൻ്റെ പിതാവിന് നിർബന്ധമായി. അപ്പം അതുകൊണ്ട് തന്നെ ചായയും മറ്റു വിഭവങ്ങളൊക്കെ അദ്ദേഹത്തെ പോലുള്ള കൊണ്ടുപോയി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പുലർത്തി പോകുന്ന ആ സ്നേഹപൂർവമായിട്ടുള്ള ബന്ധം അതിൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ജ്യേഷ്ഠൻ ശ്രീ മുഹമ്മദ് ഷിഹാബ് മരണപ്പെടുന്നത് തന്നെ അത് കാത്തുസൂക്ഷിക്കുകയുണ്ടായി. അതിനിടെ മുന്നണി മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ വ്യക്തിബന്ധത്തിന് ഒരു കുഴപ്പം തട്ടിയില്ല. അദ്ദേഹം ഇവിടുത്തെ പ്രസ്ഥാനത്തേക്ക് പോയ സമയത്ത് മലപ്പുറത്തൊക്കെ വരുമ്പോൾ കോഴിക്കോട്ടൊക്കെ വരുമ്പോൾ ആ ബന്ധം പുതുക്കുകയും ഞങ്ങളുടെ വീട്ടിൽ വരികയും ചെയ്യുമ്പോൾ CH വയസ്സായി അദ്ദേഹത്തിന് പോകും. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ശിവന്റെ സഹോദരൻ, ശിവന്റെ അമ്മ, അവരൊക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കുടുംബവുമായിട്ടൊക്കെ പുലർത്തുന്ന ആ സ്നേഹബന്ധം അതിൻ്റെ തെളിവാണ്. മത സൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും മതേതരത്തിനൊക്കെ വേണ്ടി തൻ്റെ രാഷ്ട്രീയത്തെ പ്രയോജനപ്പെടുത്തിയ വ്യക്തിത്വകൂടിയായിരുന്നു ശ്രീ ദേവിചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന തെക്കന്തിക്കുള്ള പ്രദേശത്ത് അവിടെ മുസ്ലിം പള്ളികളൊക്കെ ഉണ്ടാക്കാൻ വ്യക്തിപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ അദ്ദേഹം സഹായിച്ചിരുന്നു എന്നെനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാങ്കേതികമായിട്ടുള്ള സഹായം, ഗവൺമെന്റിനുള്ള സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊക്കെ തന്നെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ ദേവിചന്ദ്രൻ നല്ല താല്പര്യം പ്രകടിപ്പിച്ചു. മുസ്ലിമുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അതിനെ ചിലരൊക്കെ കളിയാക്കി. ആ സമയത്ത് ചിലരൊക്കെ ബേബി ഹാജി എന്ന് വിളിക്കുകയുണ്ടായി. വാസ്തവത്തിൽ അതൊരു പരിഹാസമായിട്ട് തോന്നില്ല. അദ്ദേഹം മുസ്ലിം സമൂഹവുമായിട്ട് പുലർത്തിയ ആത്മബന്ധത്തിൻ്റെ വിളിപ്പേരായിരുന്നു അത്. ശ്രീ ബേബി ഹാജി എന്നുള്ളത് ഒരു ആത്മബന്ധത്തിൻ്റെ സ്നേഹപൂർവമായ വിളിപ്പേരായിട്ടാണ് ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്. അത് അദ്ദേഹത്തിന് അറിയാമായി എന്നുള്ളതും ശരിയാണ്. ഷൗറത്തിന് അദ്ദേഹത്തെ ആ ബന്ധങ്ങളിൽ നിന്നും വിലക്കി, മറിച്ച് അത് കൂടുതൽ ഊഷ്മളമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പുറത്തു പോകുന്ന ഇച്ഛാശക്തിയുണ്ട്. ഇവിടെ ആ ഡോക്യുമെന്ററിയിൽ പറഞ്ഞതുപോലെ കറുത്ത മണ്ണിൻ്റെ ധീരതയുടെ പര്യായമായിരുന്നു അദ്ദേഹം. ആ തീരദേശ സമൂഹം കറുത്ത മണ്ണിനെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടത്. ആ കറുത്ത മണ്ണ് അത് തന്നെയാണ് തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ, തൻ്റെ പൗരബോധത്തിൻ്റെ, തൻ്റെ ഇച്ഛാശക്തിയുടെ വിളനിലം എന്ന് സ്വീകരിച്ചുള്ള തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കറുത്ത മണ്ണിനോടൊപ്പം, ആ കറുത്ത മനുഷ്യരോടൊപ്പം അദ്ദേഹം നിലനിന്നു. അവർക്ക് വേണ്ടി അദ്ദേഹം പൊരുതി ജയിച്ചു എന്നുള്ളത് തന്നെയാണ് ആ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ തെളിയിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ സ്മരണതീരം എന്നുള്ള ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ശിവവും മുന്നീറുമൊക്കെ വിളിച്ചത് അനന്യമായ ആ ചാരിതാർത്ഥ്യം ഞാനിവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഊഷ്മളമായ ബന്ധം ഇനിയും തുടരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി.